ഈ ഒരു വില്ല പ്രൊജക്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കൊടുമ്പ് എന്ന് പറയുന്ന പ്ലേസിലാണ്. ജസ്റ്റ് 5 മിനിറ്റ്സ് മാത്രമാണ് പാലക്കാട് ടൗണിലോട്ട് ഡിസ്റ്റൻസ് വരുന്നത്. ആൻഡ് 10 മിനിറ്റ്സ് ഡിസ്റ്റൻസ് മാത്രമാണ് മെഡിക്കൽ കോളേജും ലുലു മോളിലും വരുന്നത്. നിയർ ബൈ തന്നെയാണ് പല സ്കൂൾസും കോളേജസും ബാങ്ക്സും വരുന്നത്. സോ ഇതേപോലെ തന്നെ പല ഡിഫറെൻറ്റ് വില്ലാസും ഓൺഗോയിങ് കൺസ്ട്രക്ഷൻ ലെവലിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ കളഭം പറയുന്ന വില്ലയിലോട്ട് വരികയാണെങ്കിൽ 6 സെൻറ്റിലാണ് ഈ ഒരു വീട് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഏകദേശം 1900 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. സോ മിസ്റ്റർ അനൂപ് ആൻഡ് ഫാമിലിയുടെ ഈ ഒരു വില്ല പ്രോജക്റ്റിലോട്ട് നമുക്കൊന്ന് കയറാം. കളഭം എന്ന പേരിലുള്ള ഈ ഒരു വില്ല നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കണ്ടംപററി ആൻഡ് മോഡേൺ സ്റ്റൈലായിട്ടാണ്. ഫ്ലാറ്റ് റൂഫും ട്രസ് വർക്കുമാണ് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് തന്നെയാണ് ഈ ഒരു വില്ലയിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതും. ചെറിയൊരു ലാൻഡ്സ്കേപ്പും ഒരു പേവിംഗ് ടൈൽസും നമ്മൾ ലേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ തീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രേ, ബ്രൗൺ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള ടെക്സ്ചർ പെയിൻറ്റും MS വർക്ക്സും ആണ് ടോട്ടലി ഈ ഒരു വീടിനെ അട്രാക്റ്റീവ്നെസ് ആക്കുന്നത്. ഒരു മെയിൻ ഗേറ്റും ഒരു വിക്കറ്റ് ഗേറ്റും കൂടി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഇവിടുത്തെ ഫോയർ സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോൺ ക്ലാഡിംഗ് വിത്ത് ടെക്സ്ചർ പെയിൻറ്റ് ഫിനിഷാണ് ടോട്ടലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ബുദ്ധ സ്റ്റാച്യൂം കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ തീം നോക്കുകയാണെങ്കിലും ഡാർക്കിന് വേണ്ടിയിട്ട് ബ്ലാക്കും സ്റ്റോൺ ക്ലാഡിങ്ങിൻ്റെ ആ ഒരു ഫിനിഷ് കളറും ആൻഡ് ലൈറ്റർ ഷെയ്ഡായിട്ടുള്ള ടെക്സ്ചർ പെയിൻറ്റ് ഒരു യെല്ലോ ഷെയ്ഡിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു ബുദ്ധ സ്റ്റാച്യു, അതിൻ്റെ ജസ്റ്റ് ബിലോ ആയിട്ട് ഒരു പ്ലാന്റർ ബോക്സും കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ സ്പോട്ട് ലൈറ്റ്സും അറ്റ് ദ സെയിം ടൈം ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ഫോയർ സ്പേസ് കഴിഞ്ഞ് നേരെ എൻ്റർ ചെയ്യുന്നത് ഇവിടുത്തെ ലിവിങ് ഏരിയയിലോട്ടാണ്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ലിവിങ്, ഡൈനിങ് ഏരിയ, കിച്ചൺ, വർക്ക് ഏരിയ, ഒരു കോമൺ വാഷ് യൂണിറ്റ്, ഒരു പൂജ സ്പേസ് ആൻഡ് ഒരു മാസ്റ്റർ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് വാഷ്റൂം ആയിട്ടാണ്. ഇതെല്ലാം ആക്ച്വലി നമ്മൾ പ്ലാനിങ് സ്റ്റേജ് കഴിഞ്ഞ് അതിൻ്റെ ലേ ഔട്ട് എല്ലാം ഫൈനലൈസ് ചെയ്ത് കംപ്ലീറ്റ്ലി 3D വ്യൂസ് ഫൈനലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫാക്ടറിയിൽ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് സൈറ്റിൽ ഇൻസ്റ്റലേഷൻ വർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ കളർ തീമും എല്ലാം നമ്മൾ പ്രയർ ആയിട്ടാണ് ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിങ് ഏരിയ നോക്കുകയാണെങ്കിലും ഇവിടുത്തെ പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് ഒരു 3 സീറ്റർ ആൻഡ് 2 സീറ്റർ സോഫയായിട്ടാണ്. ഒരു മാർബിൾ ടോപ്പിൽ വരുന്ന ഒരു സെൻറ്റർ ടേബിളും ഒപ്പം തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു TV പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. TV പാനലിലാണെങ്കിലും നമ്മൾ അത്യാവശ്യത്തിനുള്ള സ്റ്റോറേജ് എല്ലാം എൻഷുർ ചെയ്തിട്ടുണ്ട്. 2 ഫ്ലാപ്പ് ഫിറ്റിങ്സും 2 ഡ്രോവേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ക്യൂരിയോസ് എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഈവൻ ആയിട്ടുള്ള ലെഡ്ജസും ആൻഡ് ഒരു അൺഈവൻ ആയിട്ടുള്ള അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ലെഡ്ജും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഗ്രൂ വർക്ക്സും കൂടി കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ കളർ തീം നോക്കുകയാണെങ്കിലും ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ലാമിനേഷൻസ് ആണ് ടോട്ടലായിട്ട് ഈ ഒരു TV പാനലിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് വരുന്ന സ്പേസ് ആണ് ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഡൈനിങ് ഏരിയയിലാണെങ്കിലും ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ആൻഡ് ചെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ടീക്ക് വുഡ് ആൻഡ് കുഷൻ വർക്കിലാണ് ഇവിടുത്തെ ചെയർസും കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ടോപ്പാണ്, ഒരു ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് വേണ്ടിയിട്ട് തന്നെ. ഈ ഡൈനിങ് ഏരിയ കുറച്ച് അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിവിടെ ഒരു മിനി കോർട്ട്യാർഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസും വാട്ടർ ബോഡിയും എല്ലാം കൊടുത്തിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് വാൾ ഏരിയ നോക്കുകയാണെങ്കിലും ഒരു ഫുൾ ഹൈറ്റ് വാളാണ്, ഡബിൾ ഹൈറ്റ് വാൾ വരുന്നതുകൊണ്ട് തന്നെ ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ്ങിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആ സൈഡിൽ വരുന്നതാണെങ്കിലും സ്റ്റെയർ കേസിൻ്റെ ഡബിൾ ഹൈറ്റ് വാളാണ്. സോ അത് രണ്ടും ഈവൻലി ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഒരു ടെക്സ്ചർ പെയിൻറ്റ്, ഒരു ഡാർക്കർ ഒരു റെഡ് ഷെയ്ഡിൽ വരുന്ന ടെക്സ്ചർ പെയിൻറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ജസ്റ്റ് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന വാളാണെങ്കിലും ഡൾനെസ് കുറയ്ക്കാതിരിക്കാനും അറ്റ് ദ സെയിം ടൈം കുറച്ച് യൂട്ടിലിറ്റി പാർട്ട് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്റ്റോറേജിനായിട്ട് ഒരു ഡ്രോവറും അതിൻ്റെ താഴെ ജസ്റ്റ് ഒരു ഫ്ലാപ്പ് ഫിറ്റിങ്ങും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കൺസോൾ ടേബിളായിട്ടും യൂസ് ചെയ്യാം, മാക്സിമം സ്റ്റോറേജും നമുക്കിതിൽ എൻഷുർ ചെയ്യാം. ഈ വോളും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാനലിംഗ് കൊടുത്ത് അതിൻ്റെ ഒരു പെയിൻറ്റ് ഫിനിഷ് തന്നെയാണ് ഇതിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ കോമൺ വാഷ് യൂണിറ്റും ആൻഡ് വാഷ്റൂമും വരുന്നത്. വാഷ് യൂണിറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ് യൂണിറ്റാണ്. അതിൻ്റെ വോള് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരെ ഫോയറിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റോൺ ക്ലാഡിങ് അത് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ്
അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു മിററാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കൂൾ ലൈറ്റും ലൈറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുമുണ്ട്. സ്റ്റോറേജിനാണെങ്കിലും ഫ്ലാപ്പും നമ്മൾ ഡ്രോവർ സിസ്റ്റം എല്ലാം എൻഷുർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ മോഡുലർ കിച്ചൺ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസി ആക്സസും കൂടിയിട്ട് ഉള്ള പ്രൊവിഷൻ നോക്കിയിട്ടാണ്. ഈ ഒരു മോഡുലർ കിച്ചൻ്റെ കളർ ഡിസൈൻ നോക്കുകയാണെങ്കിലും ഒരു ടീൽ ആൻഡ് വുഡൻ ഷെയ്ഡ് വിത്ത് വൈറ്റ് കോമ്പോയിലാണ് കംപ്ലീറ്റ് ആയിട്ടും വർക്ക് ചെയ്തിരിക്കുന്നത്. വൈറ്റ് പറയുന്നത് നമ്മൾ ലോഫ്റ്റിൽ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ ഏരിയാസിലും നമ്മൾ ടീൽ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ലാമിനേഷൻ ഫിനിഷിൽ വരുന്ന ഒരു കിച്ചൺ തന്നെയാണ്. ബട്ട് ദെൻ എല്ലാ രീതിയിലുള്ള ആക്സസറീസും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ ഹൈറ്റ് വരുന്ന ഒരു ടോൾ യൂണിറ്റ് ആണ്. ടോൾ യൂണിറ്റ് ആണെങ്കിലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊന്നൊരു ഷെൽഫ് തന്നെയാണ്. സോ മാക്സിമം സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഒരു യൂണിറ്റ് ആയിട്ട് തന്നെയാണ് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റിയത്. ആൻഡ് ഹോബ് ആൻഡ് വുഡിൻ്റെ ജസ്റ്റ് ബിലോ ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ 3 ടാൻഡം ബോക്സ് പ്ലാൻ ചെയ്തത്. അതിലൊരു ഓർഗാട്രയും കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഒരു ഓയിൽ ആൻഡ് സ്പൈസ് പുൾ ഔട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓവർ ഹെഡ് യൂണിറ്റിൻ്റെ ജസ്റ്റ് ബിലോ ആയിട്ട് തന്നെ പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഒരു ഈവനിങ് ടൈമിൽ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും ഈ ഒരു കിച്ചണിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സീലിംഗ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഈ വീടിൻ്റെ ജിപ്സം സീലിംഗ് നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് പ്ലാൻ ചെയ്ത് അതിലൊരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ കിച്ചൻ്റെ ജസ്റ്റ് ഈ ഒരു സൈഡിലായിട്ട് തന്നെയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിലൊരു 2 സീറ്റർ 2 സ്റ്റൂൾസ് ഇട്ട് ഫുഡ് കഴിക്കേണ്ട ഒരു പ്രൊവിഷനാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തത്. ഈ മെയിൻ കിച്ചണിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയൻ്റെ ഒരു കളർ തീം നോക്കുകയാണെങ്കിലും കംപ്ലീറ്റ്ലി മെയിൻ കിച്ചൻ്റെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു കോൺട്രാസ്റ്റ് കളർ ആയിട്ടുള്ള ഒരു മെറൂൺ വിത്ത് ഒരു ഗ്രേ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലും എല്ലാ തരത്തിലുള്ള സ്റ്റോറേജും കാര്യങ്ങളും എല്ലാം എൻഷുർ ചെയ്തിട്ടുണ്ട്. ഒരു ഓവർ ഹെഡ് യൂണിറ്റും അതിൻ്റെ ബിലോ ആയിട്ട് വരുന്ന കംപ്ലീറ്റ്ലി ബോട്ടം യൂണിറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു സിങ്ക് വാഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനും. ഇതിനോട് സൈഡിലായിട്ട് തന്നെ ഒരു മോപ്പ് സ്റ്റോറേജ് എയർ വെന്റ് എല്ലാം കൊടുത്ത് നമുക്ക് മോപ്പും കാര്യങ്ങളും എല്ലാം കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഹിഡൻ സ്റ്റോറേജ് ആയിട്ടാണ് പ്ലാൻ ചെയ്തത്. കിച്ചൺ സിങ്കിൻ്റെ ജസ്റ്റ് ബിലോ ആയിട്ടുള്ള ബോട്ടം ക്യാബിനറ്റിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു വേസ്റ്റ് ബിന്നും ഡിറ്റർജൻറ്റ് ഹോൾഡറുമാണ്. സോ ദാറ്റ് വെസൽസ് എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞാലാണെങ്കിൽ നമുക്ക് ഡിറ്റർജൻസ് കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസുമാണ്. ആൻഡ് കട്ടിങ് എല്ലാം കഴിഞ്ഞാൽ വെജിറ്റബിൾസ് വേസ്റ്റ് എല്ലാം കീപ്പ് ചെയ്യാം. ഈ ഒരു ഡസ്റ്റ്ബിന്നിൻ്റെ കളർ ആണെങ്കിലും ടോട്ടലി ഈ ഒരു കിച്ചൻ്റെ കളറിനോട് മാച്ചായി നിൽക്കുന്ന ഒരു കളർ തന്നെയാണ്. ടീൽ കളർ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. സോ ആൻഡ് ഇവിടുത്തെ ഓവർ ഹെഡ് നോക്കുകയാണെങ്കിൽ ഓവർ ഹെഡിൽ പ്ലെയിൻ ഷട്ടേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു യൂണിറ്റിലായിട്ട് നമ്മളിവിടുത്തെ ഡിഷ് ട്രെയിനറും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ വാഷ് ചെയ്ത വെസൽസ് ആണെങ്കിലും ഇതിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡ്രെയിൻ ചെയ്തെടുക്കാൻ പറ്റിയൊരു ട്രെയും കൂടി ഇതിലുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇവിടുത്തെ പൂജാ റൂമൊന്ന് കാണാം. അതൊരു റൂമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിനോട് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നൊരു സ്പേസ് തന്നെയാണ്. ഇതിലൊരു ഡബിൾ ഡോറായിട്ടാണ് ടീക്ക് വുഡിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. CNC കട്ടിങ് എല്ലാം കൊടുത്ത് പെയിൻറ്റ് ഫിനിഷും കൊടുത്തിട്ടുള്ള കുറച്ച് ബെൽറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒരു ട്രഡീഷണലി ഫീൽ വരുന്നൊരു റൂം തന്നെയാണ്. സെൻട്രലി ആണ് ഇവിടുത്തെ CNC ഡിസൈൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാക്കി 2 സൈഡിലും നമ്മളിവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ടെക്സ്ചർ പെയിൻറ്റും കളറും വരുന്ന ഫിനിഷ് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. നല്ല ഐഡിയൽസ് എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ലെഡ്ജസും കൊടുത്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജിന് വേണ്ടിയിട്ട് 3 ഫ്ലാപ്പ് ഡൗൺ ഫിറ്റിങ്സും കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പുമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഒരു അത്യാവശ്യം കുറച്ചൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പൂജാ റൂം തന്നെയാണ് ഇത്. നെക്സ്റ്റ് നമുക്ക് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കാണാം. അത്യാവശ്യം കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഇൻറ്റീരിയർ ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ലൈറ്റിങ്ങിനും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഫർണിച്ചേഴ്സ് ഒരു ക്വീൻ സൈസ് കോട്ട് വിത്ത് 2 സൈഡ് ടേബിൾസും ഒരു വാർഡ്രോബും ഷട്ടർ യൂണിറ്റും ഒരു ഡ്രസ്സിങ് യൂണിറ്റും ആയിട്ടാണ്. ഈ ഒരു ഹെഡ് പാനൽ ഒരു ബാക്ക് പാനൽ നല്ല അട്രാക്റ്റീവായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഗ്രൂ വർക്ക്സ് എല്ലാം കൊടുത്ത് വലിയൊരു ക്യൂരിയോ യൂണിറ്റും കൊടുത്ത് 2 ഹാങ്ങിങ് ലൈറ്റും 2 സൈഡിലും ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സോ ലൈറ്റിംഗ് ആണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നല്ല ഹാങ്ങിങ് ലൈറ്റ്സും ക്യൂരിയോത്തെ ലൈറ്റും ഒപ്പം തന്നെ ജിപ്സം സീലിംഗിൽ വരുന്ന പ്രൊഫൈൽ ലൈറ്റും എല്ലാം കൂടിയായിട്ട് നല്ലൊരു അട്രാക്റ്റീവ്നെസ്സും നല്ലൊരു ആംബിയൻസ് ആണ് ഈ റൂമിൽ കിട്ടുന്നത്. ഇതിൻ്റെ കളർ തീം നോക്കുകയാണെങ്കിലും 2 ഷെയ്ഡ്സ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രൗൺ വിത്ത് ഒരു ലൈറ്റ് ഷെയ്ഡ് ഓഫ് ഗ്രേയിൽ മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ വാർഡ്രോബിലാണെങ്കിലും ഒരു ഹൊറിസോണ്ടൽ പാറ്റേണിൽ മാത്രമാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള വാൾസ് ആണെങ്കിലും ഈ ഒരു കളർ തീമായിട്ട് ടോട്ടലി ബ്ലെൻഡായി പോകുന്നുണ്ട്. ഫ്ലോറിംഗ് ആണെങ്കിലും ടോട്ടലി ഇതിനോട് മാച്ചായി നിൽക്കുന്ന ഒരു ഫ്ലോറിംഗ് കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ബെഡ്റൂമത്തെ അറ്റാച്ച്ഡ് വാഷ്റൂം ഒന്ന് കാണാം.
അതായത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോറിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ വാഷ്റൂമും കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ചെറിയൊരു ലെവൽ ഡിഫറൻസ് ആയിട്ട് തന്നെയാണ് ഇതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വാഷ് ബേസിനും ഷവർ ഏരിയയും WC ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മിറർ നോക്കുകയാണെങ്കിൽ ടച്ച് സെൻസർ മിററാണ് കൊടുത്തിരിക്കുന്നത്. 3 ഡിഫറെൻറ്റ് ലൈറ്റ്സ്, ഒരു കൂൾ ലൈറ്റ്, ഒരു ന്യൂട്രൽ, ഒരു വാം ലൈറ്റിലാണ് മൊത്തത്തിൽ ഈ ഒരു മിററും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്വീൻ സൈസ് കോട്ടാണെങ്കിലും നമ്മൾ ഹൈഡ്രോളിക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ജസ്റ്റ് ഒരു ബട്ടണിൽ നമുക്ക് ഈ ഒരു കോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് മാക്സിമം എല്ലാ രീതിയിലുള്ള സ്റ്റോറേജും നമുക്ക് ഇതിൻ്റെ അകത്ത് കീപ്പ് ചെയ്യാൻ പറ്റിയതാണ്. സോ ജസ്റ്റ് ഒരു പ്രസ്സിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനും ഒരു പ്രസ്സിൽ തന്നെ ക്ലോസ് ചെയ്യാനും പറ്റിയതാണ്. സോ എത്ര വലിയ പില്ലോസോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റ്സോ കാര്യങ്ങളോ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇതിൻ്റെ അണ്ടറിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ വാർഡ്രോബ് മാത്രമല്ല, നമുക്ക് സ്റ്റോറേജിന് എൻഷുർ ചെയ്യാൻ പറ്റിയൊരു യൂണിറ്റ്. ഒരു കോട്ടിലും നമുക്ക് അത്യാവശ്യം വലിയൊരു സ്റ്റോറേജും സ്പേസും കൂടി ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഈ സ്റ്റെയർ ഏരിയ ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് MS ഗ്രില്ലാണ്. ഹാൻഡ് റെയിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ ഏരിയൻ്റെ ജസ്റ്റ് ബോട്ടം ഏരിയ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോറേജിന് വേണ്ടിയിട്ട് സ്റ്റെയർ സോഫറ്റിൽ ഷട്ടേഴ്സ് ഓൺലിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അത്യാവശ്യം എന്തെങ്കിലും വലിയ ഐറ്റംസ് ഉണ്ടെങ്കിലും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ നമുക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടെക്സ്ചർ പെയിൻറ്റ് 2 സൈഡും ഈക്വലി ആയിട്ടാണ്, ഫുൾ ഹൈറ്റ് ബോൾ വരുന്നതിൽ ഈക്വൽ സൈഡായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതും ഈ ഒരു സീലിങ്ങിൻ്റെ ജസ്റ്റ് ഒരു പാർട്ടീഷനായിട്ട് തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫ്ലോറിങ്ങിൻ്റെ കളർ നോക്കുകയാണെങ്കിലും കംപ്ലീറ്റ്ലി ഒരു 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വരുന്ന ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബേജും ഗ്രേ കളർ തീമും വരുന്നതാണ്. അപ്പോൾ സ്റ്റെപ്പിലുമായിട്ടും നല്ലൊരു കയറുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് ഫീൽ ചെയ്യുന്നത്. ഈ സ്റ്റെയറിൻ്റെ ഈ ഒരു വോളിൽ നമ്മൾ അട്രാക്റ്റീവ്നെസ്സും കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു പെയിൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ്സ് എല്ലാം കൂടി കൊടുത്ത് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഡബിൾ ഹൈറ്റ് ഈ ഒരു ഏരിയ നമ്മൾ ഒരു ഷാൻഡിയർ, നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ഡിസൈനിൽ വരുന്ന ഒരു ഷാൻഡിയറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു നാച്ചുറൽ ലൈറ്റും ക്രോസ് വെൻറ്റിലേഷനും എല്ലാം ഉറപ്പുവരുത്തുന്നത്. ഈ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ ആണെങ്കിൽ നമ്മൾ മേലെ സീലിംഗ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്, പെർഗോളസ് വിത്ത് ഗ്ലാസും. പിന്നെ ഇവിടെ ആക്ച്വലി വരുന്നത് ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് ആണ്. അതിൽ മാക്സിമം സ്റ്റോറേജും കാര്യങ്ങളും ക്യൂരിയോ ആയിട്ടും കീപ്പ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ബുക്കും എല്ലാം ആയിട്ട് ഒരു ബുക്ക് ഷെൽഫായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു യൂണിറ്റാണ്. MS നമ്മൾ പെയിൻറ്റ് ഫിനിഷ് കൊടുത്ത് പ്ലൈവുഡിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുന്ന ഓരോരോ ലെഡ്ജസാണ്. അത്യാവശ്യം ഒരു ഡെക്കറേറ്റീവ് പീസ് തന്നെയാണ് ഇതിൽ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടുത്തെ വേറൊരു ബെഡ്റൂം ഒന്ന് കാണാം. ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്ന കളർ വേറൊരു ഷെയ്ഡായിട്ടാണ്. ഒരു ബേജ് വിത്ത് ഒരു ഒലീവ് ഗ്രീൻ, ഒരു ഗ്രേ വൈറ്റ്, അങ്ങനത്തെ ഒരു തീമിലാണ് ടോട്ടലി വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ക്വീൻ സൈസ് കോട്ടും ഒരു സൈഡ് ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുഷ്യൻ ഹെഡ് ബോർഡാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കളർ തീം തന്നെയാണ്. നല്ല ടച്ച് ആൻഡ് ഫീലുള്ള ഒരു ഡിസൈനാണ്. ഇതിൻ്റെ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ പെയിൻ്റ് ആണ്. ഒരു ഡിഫറെൻറ്റ് ഒരു ലീവ് ഷെയ്ഡ്, ഒരു ബേജ് ഷെയ്ഡിൽ വരുന്ന ഒരു കളർ തന്നെയാണ്. അതിന് ജസ്റ്റ് ഏറ്റവും ടോപ്പിലായിട്ടാണ് ഒരു പാനലിംഗ് കൊടുത്ത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റും എല്ലാം കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു വിൻഡോ നമ്മൾ ബ്ലൈൻഡ്സ് വെച്ച് യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് ആണെങ്കിലും ഈ ഇൻറ്റീരിയറിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ബ്ലൈൻഡ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റഡി ടേബിൾ വിത്ത് ഒരു ചെറിയൊരു ഡ്രോവർ സ്റ്റോറേജിന് വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓവർ ഹെഡായിട്ട് യൂണിറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് എന്തെങ്കിലും ബുക്ക് ഷെൽഫ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള സ്റ്റോറേജ് ആണെങ്കിലും നമുക്കിതിൽ എൻഷുർ ചെയ്യാം. പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമുക്ക് ആ ഒരു സൈഡിൽ ഒരു വാക്ക് ഇൻ ക്ലോസറ്റ് അല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് ഏരിയ എന്ന് പറയാം. ഒരു ഡ്രസ്സിങ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു ഫുൾ ഹൈറ്റുള്ള ഒരു മിറർ യൂണിറ്റും അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെയാണ് ഡ്രസ്സിങ് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജും കൊടുത്തിരിക്കുന്നത്. ഈ ഫുൾ ഹൈറ്റ് മിറർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളും കീപ്പ് ചെയ്യാൻ പറ്റിയൊരു യൂണിറ്റാണ്. പിന്നെ 4 ഷട്ടർ ഡോർ വരുന്ന ഒരു വാർഡ്രോബാണ്. മേലെ ലോഫ്റ്റും കൂടിയായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ചെറിയൊരു ബെഡ്റൂം ആണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസും സ്റ്റോറേജും എല്ലാ രീതിയിലും നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ട്. ഈ ക്വീൻ സൈസ് കോട്ടിലാണെങ്കിലും സ്റ്റോറേജ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഡ്രോവേഴ്സും കൊടുത്തിട്ടുണ്ട്. സോ എന്തെങ്കിലും അത്യാവശ്യം പില്ലോസോ കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റിയതാണ്. ഈ ബെഡ്റൂമിൽ വരുന്ന അറ്റാച്ച്ഡ് വാഷ്റൂം ആണെങ്കിലും നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സെയിം സൈസും ഡിസൈനിൽ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ഷവർ ഏരിയ, WCൻ്റെ ഒരു ഏരിയ ആൻഡ് ഒരു വാഷ് യൂണിറ്റ് ആയിട്ടും. ആൻഡ് ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു കോമൺ ബാൽക്കണി വരുന്നുണ്ട്.
ഈ ഒരു ബാൽക്കണി ആണെങ്കിലും നമ്മുടെ എലിവേഷനിൽ നല്ലൊരു മേജർ പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഒരു ടെക്സ്ചർ പെയിൻറ്റ് ഈ ഒരു വാളിലും കൊടുത്തിട്ടുണ്ട്. MS ഗ്രിൽ വർക്കും അതിൻ്റെ ഒരു പെയിൻറ്റ് ഫിനിഷും ടൈലിങ്ങും എല്ലാം കൂടി നോക്കുമ്പോൾ ഈ ഒരു വീടിൻ്റെ എലിവേഷനോട് നല്ല രീതിയിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ബാൽക്കണി ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ കാറ്റും വെളിച്ചം എല്ലാം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണിത്. ഈ ബാൽക്കണീൻ്റെ ഈ ഒരു വാളിലാണെങ്കിലും നമ്മളൊരു ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് അപ്പുറത്ത് വരുന്ന ഒരു ടെറസ് ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വിഷ്വലി കാണാൻ പറ്റുന്നതും കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസും കൂടിയാണ്. ഈ ബെഡ്റൂം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടുത്തെ ഒരു ഇൻഫോർമൽ ലിവിങ് സ്പേസ് ആണ്. ഒരു 3 സീറ്റർ സോഫ കൊടുത്തിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. കുഷ്യനിൽ ടീക്ക് വുഡാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു സ്പേസ് ആണ്. ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ റൈറ്റ് സൈഡ് ആയിട്ടാണ് ഇതിലത്തെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നത്. ഇതും താഴത്തെ നമ്മൾ കണ്ട സെയിം ഡിസൈനും പാറ്റേണിലും സൈസിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ബെഡ്റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിലത്തെ ഒരു കളർ തീം പറയുന്നത് ഒരു ഡാർക്കർ വുഡ് ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് വിത്ത് വൈറ്റ് കോംബോ. ആൻഡ് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മളൊരു ബ്ലൂ കളർ കാണുന്ന ടെക്സ്ചർ വാള്. ഇതിലും എല്ലാ തരത്തിലുള്ള ഫർണിച്ചേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ക്വീൻ സൈസ് കോട്ട് വിത്ത് 2 സൈഡ് ടേബിൾസും മാക്സിമം സ്റ്റോറേജ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സ്ലൈഡിങ് വാർഡ്രോബും ഒരു ബേ വിൻഡോൻ്റെ 2 സൈഡുമായിട്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട് 2 വാർഡ്രോബ്സും കൊടുത്തിട്ടുണ്ട്. സോ ബേ വിൻഡോ ആണെങ്കിലും നമുക്ക് താഴെ ബോട്ടം ആണെങ്കിലും ഫ്ലാപ്പ് ഡൗൺ ഫിറ്റിംഗ് കൊടുത്ത് എല്ലാം ഹാർഡ്വെയറും എല്ലാം കൊടുത്തിട്ട് തന്നെയാണ് സ്റ്റോറേജ് നമ്മൾ എൻഷുർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൺസിഡർ ചെയ്തിട്ടുണ്ട് ഈ ഒരു റൂമിലാണെങ്കിലും. ഈ ഒരു വാർഡ്രോബിൻ്റെ ടോപ്പിലായിട്ടും നമ്മൾ ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലൈൻഡ്സിൻ്റെ കളേഴ്സ് നോക്കുകയാണെങ്കിലും ഈ ഒരു കളർ തീമിനോട് മാച്ചായി നിൽക്കുന്ന രീതിയിലുള്ള ഒരു വുഡൻ ഷെയ്ഡ് തന്നെയാണ്. പിന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഒരു ചെറിയൊരു മിനി ഡ്രസ്സിങ് ഏരിയ വരുന്നത്. ഒരു ഫുൾ ഹൈറ്റ് മിററും അതിനൊരു പാനലിംഗ് ആയിട്ടും 2 ഡ്രോവേഴ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം വേണ്ട എല്ലാ ഫർണിച്ചർ യൂണിറ്റ്സും അതിൻ്റെ യൂട്ടിലിറ്റിയും ഈ ഒരു റൂമിൽ എൻഷുർ ചെയ്തിട്ടുണ്ട്. ക്വീൻ സൈസ് കോട്ടിലാണെങ്കിലും നമ്മൾ കുഷൻ ഹെഡ് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ അട്രാക്റ്റീവ്നെസ്സിന് കൂട്ടാൻ വേണ്ടിയിട്ടും ഒരു കോൺട്രാസ്റ്റ് കളറായിട്ടാണ് ഈ ഒരു ബ്ലൂ ടെക്സ്ചർ പെയിൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് പാനലിംഗ് ആയിട്ടും ഒരു കംപ്ലീറ്റ്ലി ബോർഡർ കൊടുത്ത് അതിൻ്റെ മേലെ പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലൈറ്റിങ്ങിനെ പറ്റി നോക്കുകയാണെങ്കിലും കംപ്ലീറ്റ്ലി ഈ ഒരു വീട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് പ്ലെയിൻ ജിപ്സം വിത്ത് പ്രൊഫൈൽ ലൈറ്റ് തന്നെയാണ്. ആൻഡ് സ്പോട്ട് ലൈറ്റ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ ഈ ഒരു റൂമിൻ്റെ ആംബിയൻസ് ആണെങ്കിലും നല്ല രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് കണ്ട ലിവിങ് സ്പേസിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടെറസ് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ടെറസ് സ്പേസ് ആണെങ്കിലും ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീടിൻ്റെ എലിവേഷന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. നമ്മളിതിൽ ട്രസ് റൂഫ് താഴ്ന്നാണെങ്കിലും ട്രസ് റൂഫൊക്കെ ചെയ്തത് കാണാം. അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള വിസിബിലിറ്റി കിട്ടുന്ന സ്പേസുമാണ്. ആ ബെഡ്റൂമിലോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാൽക്കണിയും നമുക്കിതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. MS ഗ്രിൽസാണ് ഹാൻഡ് റെയിൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാളാണെങ്കിലും കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻറ്റ്, നല്ലൊരു ടെക്സ്ചർ പെയിൻറ്റ്, നല്ലൊരു ഫിനിഷും കളറുമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മേലെ ആണെങ്കിലും പെർഗോളാസ് വിത്ത് ഗ്ലാസ് ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു കളർ തീം നോക്കുകയാണെങ്കിലും ഒരു ഗ്രേ വിത്ത് ഡാർക്കർ ഷെയ്ഡ് ഓഫ് ബ്ലാക്ക് വിത്ത് ഒരു വുഡൻ ഷെയ്ഡ്, ഈ ഒരു 3 കളേഴ്സിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു തീം തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പെയിൻറ്റ് ഫിനിഷിൽ. സോ ഇതൊക്കെയാണ് ഈ ഒരു വില്ലയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലൊരു വില്ല നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യൂ. ഇനി പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം. അൺടിൽ ദെൻ ബൈ ഫ്രം ഷേഖ. താങ്ക് യു ഫോർ വാച്ചിങ്.